കണ്ണൂർ അഴീക്കലിലെ കുളത്തിൽ കുളിക്കുന്നതിനിടെ കാണാതായ യുവാവിൻ്റെ ബോഡി ലഭിച്ചുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺ, തെരച്ചിലിൽ ഇപ്പോൾ എന്താണ് കണ്ടെത്താനായത്? ക്രിസ്റ്റീന, ഏറെ സമയം നീണ്ട തെരച്ചിലിനൊടുവിൽ ഇപ്പോൾ ഈ കുളത്തിൽ കുളിക്കുന്നതിനിടെ കാണാതായ യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ്. ഫയർഫോഴ്സിൻ്റെ സ്കൂബ സംഘം മുങ്ങൽ വിദഗ്ധർ എത്തി നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ഈ കുളത്തിൻ്റെ ഏകദേശം നടുവ് ഭാഗത്തായി നിന്നും യുവാവിൻ്റെ, അതായത് മാട്ടൂൽ സ്വദേശിയായിട്ടുള്ള 21 വയസ്സുള്ള ഇസ്മയിലിനെയാണ് കാണാതായത്. ഇസ്മയിലിൻ്റെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സ്കൂബ സംഘം മൃതദേഹം എടുത്ത് കരയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റി ആശുപത്രിയിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്ന നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാട്ടൂൽ സ്വദേശികളായിട്ടുള്ള 3 യുവാക്കളാണ് രാവിലെ ഇവിടെ ഈ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയത്. അതിനിടെ ഇസ്മയിലിനെ ഈ കുളത്തിൽ ആഴത്തിൽ മുങ്ങിപ്പോവുകയായിരുന്നു, കാണാതാവുകയായിരുന്നു. നാട്ടുകാരാണ് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. കൂടെ ഉണ്ടായിരുന്ന നാട്ടുകാരോട് ഈ വിവരം പറഞ്ഞു. നാട്ടുകാർ എത്തി ആദ്യഘട്ടത്തിൽ ഒരു തെരച്ചിൽ നടത്തി. പിന്നീട് ഫയർഫോഴ്സിൻ്റെ കൂടുതൽ സംഘങ്ങൾ എത്തി. അല്പസമയം മുമ്പാണ് സ്കൂബ സംഘം കൂടി എത്തി. അവരുടെ മുങ്ങൽ വിദഗ്ധർ എത്തി നടത്തിയ ഈ കുളത്തിൻ്റെ ആഴത്തിൽ നടത്തിയ പരിശോധനയിലാണ്, തെരച്ചിലിനൊടുവിലാണ് ഈ 21 വയസ്സുള്ള ഇസ്മയിലിൻ്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ മൃതദേഹം ഇപ്പോൾ കരയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി. കണ്ണൂർ അഴീക്കലിൽ കുളത്തിൽ കാണാതായ ഇസ്മയിൽ എന്ന 21-കാരനായ യുവാവിൻ്റെ മൃതദേഹം തെരച്ചിലിനൊടുവിൽ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺ പൂപ്പറമ്പ.